എനിക്കൊരു ഡയറക്ടറിന്റെ ചാലഞ്ചസ് ആണ് അറിയേണ്ടത്. ആദ്യമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യും. സിനിമ എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, ഒത്തിരി കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പാടാണ്. അപ്പം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഉണ്ടായ ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇതിലേക്ക് എത്തിച്ചേരാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു? സിനിമ എന്ന മോഹം 4ാം ക്ലാസ്സിൽ ഒരു നാടകത്തിൽ വക്കീൽ വേഷം അഭിനയിക്കുന്നതിലൂടെ ഉണ്ടായാണ്. അഭിനയമോഹമായിരുന്നു. അപ്പോൾ അത് വളർന്നു വന്ന് യു പിയിലെത്തുമ്പോഴേക്കും നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലോട്ട് പോയി. അപ്പോഴും അഭിനയിക്കണമെന്നുള്ള പാഷൻ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഡിഗ്രി എത്തുമ്പോഴേക്കും ഒരു നായകനാകേണ്ട സൗന്ദര്യവും മീശയും വളർച്ചയോ ഒന്നും ഇല്ല എന്ന തിരിച്ചറിവിൽ ഇപ്പോഴതൊക്കെ ഉണ്ടോ? കോൺസെപ്റ്റ് ഒരുപാട് മാറി. മലയാളം സിനിമയിൽ അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതില്ല. അപ്പൊ ആ സമയത്തുള്ള എൻ്റെ ഒരു ചിന്താഗതി അതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിനകത്ത് 2010 സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ചുമരില്, വീട്ടിലെ മഞ്ഞ ചുമരില് പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ആകാര വടിവ് ഒരു നായകനാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറുകൾ കത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴല്ലേ പൊക്കം കുറഞ്ഞ ആൾക്കാരൊക്കെ നായക സ്ഥാനത്ത് വരുന്നത് ഇപ്പോഴാണ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നായക സങ്കല്പം വേറെ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ സേഫ് അപ്പൊ ഞാൻ യു പിയിൽ ചെയ്ത നാടക സംവിധാനവും അതുപോലെ തന്നെ ഞാനിപ്പോ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് നാടകം ചെയ്യിപ്പിക്കുന്നുണ്ട്.